ആരാ? എന്താ? ഞാൻ കുറച്ച് ദൂരേന്ന് വരിക. കുറെ മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് താമസിച്ചിരുന്നില്ലേ? ബോംബെക്കാരൻ, ഒരു സേതുമാധവൻ. ആ സേതുമാധവൻ എന്റെ ഏട്ടനാ. സേതുവിന്റെ സിസ്റ്റർ. മായ എന്നല്ലേ പേര്? അതെ. വരും മോളെ, അകത്തേക്ക് വരും. എപ്പോഴാ വന്ന ബോംബെന്ന്? 2-3 ദിവസമായി. തനിച്ചാണോ പോന്നേ? കണ്ണൂർ വരെ തനിച്ച്. അവിടുന്ന് ഇങ്ങോട്ട് മുത്തശ്ശിയും കൂട്ടി. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല. സേതുവേട്ടൻ താമസിച്ചിരുന്ന നാടല്ലേ, അതുകൊണ്ട് കുറച്ചുനാൾ ഇവിടെയും കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു. മോൾ ഇരിക്ക്. അമ്മച്ചി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇത് സേതുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് എഴുതിയ ഒരു എഴുത്താ. ഇതീ പറഞ്ഞിരിക്കുന്ന ആളെ അമ്മച്ചി അറിയോ? പ്രിയപ്പെട്ട മായ, അമ്മ എന്നെ തിരക്കാറുണ്ടോ? ഞാൻ എവിടെയാ, എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ടോ? നമ്മുടെ അമ്മയെ പോലെ ഒരമ്മ ഇവിടെയുണ്ട്. മകനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ഒരമ്മ. അമ്മയെ പൊന്നുകൊണ്ട് പൊതിയാൻ, നോട്ടുകെട്ടുകൾ കൊണ്ട് തുലാഭാരം നടത്താൻ ഒരുങ്ങിയിറങ്ങിയവനാണ് അമ്മയുടെ മകൻ. ആ മകനോട് പറയാൻ ഞാനും മറന്നു. അമ്മയെ സ്നേഹം കൊണ്ട് പൊതിയാൻ, സ്നേഹം കൊണ്ട് തുലാഭാരം നടത്താൻ. സേതു ഈ എഴുതിയിരിക്കുന്നതൊക്കെ ഞങ്ങളെ കുറിച്ചാ, എന്നെ എന്റെ മോൻ ആൻഡ്രൂസിനെയും കുറിച്ച്. എന്താ മോളെ? ആൻഡ്രൂസ് ഇപ്പൊ എവിടെയുണ്ട്? ബോംബെയില്. മോള് കണ്ടിട്ടുണ്ടോ അവനെ? ഇല്ല. എങ്കി വരൂ. വരൂ മോളെ. ഇതാ ആൻഡ്രൂസിന്റെ മുറി. സേതു താമസിച്ചിരുന്നതും ഇവിടെയാ. ഇതാണ് എന്റെ മോൻ ആൻഡ്രൂസ്. ആൻഡ്രൂസിനെ കൂടാതെ ഏട്ടന് വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ അങ്ങനെ സേതുവിന് ഫ്രണ്ട്സ് ഉള്ളതായിട്ട് അറിയില്ല. ലൈബ്രറി പോകും ദിവസവും. അവിടുന്ന് വന്ന മുറി അടച്ച ഒറ്റ ഇരിപ്പാ. ദേ, ആ പുസ്തകങ്ങളും പെട്ടിയും ബാഗും ഒക്കെ സേതുവിന്റെയാ. പോകുമ്പോ ഇവിടെ വെച്ചിട്ട് പോയതാ. എന്തും പറഞ്ഞ സേതുവേട്ടൻ ഇവിടുന്ന് പോയത്? ഉടനെ മടങ്ങി വരുമെന്നും പറഞ്ഞ്. എന്താ മോളെ? സേതു ഇവിടുന്ന് അങ്ങോട്ട് വന്നില്ലേ? ഇല്ല. പിന്നെ സേതുവേട്ടൻ മരിച്ചു അമ്മച്ചി. ആത്മഹത്യയായിരുന്നു. ഇപ്പോ 1 വർഷം തികയാൻ പോണു. എന്തിനാ മോളെ, എന്തിനാ സേതു അത് ചെയ്തത്? എനിക്കും അത് തന്നെ അറിയേണ്ടത്. എന്തിനാ എന്റെ ഏട്ടൻ ആത്മഹത്യ ചെയ്തതെന്ന്. നോക്കി നീ ഇത് വഴി നോക്ക്. അവിടെ എന്തെങ്കിലും വിളിക്കാം. സോറി. താങ്ക്സ്. എന്തോ സംസാരിച്ചു.
പറഞ്ഞു എന്ന്. ഐ ലവ് യു. എക്സ്ക്യൂസ് മീ, ഈ പുസ്തകം ആരാ എടുത്തിരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയാൻ പറ്റുമോ? ഇതൊരു സേതുമാധവന്റെ പേരിലുള്ളതാ. എന്താ? ഞാൻ സേതുമാധവന്റെ സിസ്റ്ററാ, പേര് മായ. ഏട്ടൻ മരിച്ചുപോയി, അതുകൊണ്ട് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാൻ എന്താ വേണ്ടത്? കുട്ടി തന്നെ ഒരു റിക്വസ്റ്റ് എഴുതി തന്നാ മതി. പിന്നെ എനിക്ക് ഈ സേതുമാധവന്റെ കൂട്ടുകാരെ ആരെങ്കിലും ഇവിടുന്ന് കാണാൻ പറ്റുമോ? അതിന് ഈ സേതുമാധവനെ തന്നെ എനിക്ക് പരിചയമില്ലല്ലോ, പിന്നെങ്ങനാ? ഇതാളുടെ ഫോട്ടോ. വെളുത്ത് നല്ല ഉയരം ഉണ്ടായിട്ടാ, ധാരാളം വായിക്കുമായിരുന്നു. പിന്നെ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യനും ഒക്കെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലബിലൊന്ന് അന്വേഷിച്ചു നോക്ക്, ചിലപ്പോ അവിടെ ആരെങ്കിലും പരിചയക്കാർ കാണും. ശരി. ആ ബോക്സിംഗ് ചത്തുപോയത് ഒരേ കണക്കിന് നന്നായി. ഒന്നുമില്ലേ ധൈര്യമായിട്ട് അവളുടെ പുറകെ നടക്കാമല്ലോ. എനിക്കൊരു ഐഡിയ. എന്താ? അവളുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാര് നമ്മളാണെന്ന് അങ്ങോട്ട് കാച്ചിയാലോ? വേണ്ട വേണ്ട, നീ ഇന്നലെ ഒരു കാച്ചിന്റെ ക്ഷീണവും കിതപ്പൊന്നും ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. മഹാദേവ, നമ്മുടെ കയ്യിൽ ഗ്ലാമർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അവൾ വീഴ്ത്തുന്നു. അല്ലാതെ അവന്റെ പെരട്ട തലേന്ന് വരുന്ന ഐഡിയ ഒന്നും നമുക്ക് വേണ്ട. എന്തായാലും അവളുടെ പേര് കൊള്ളാം, മായ. മായ, മായ മഹാദേവൻ. എന്താ എന്താ എന്താ? അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കായിരുന്നു. മായ മഹാദേവൻ, നല്ല ചേർച്ച ഉണ്ടല്ലേ? ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായ ഗോവിന്ദൻകുട്ടി എന്താ മോശമാണോ? മായ തോമസ് കുട്ടിയോ? അയ്യടാ, അത് വേണ്ട. ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ചത്തൊടുങ്ങിട്ട് മതി കണ്ട ക്രിസ്ത്യാനിയോടൊക്കെ പുറകെ പോകാൻ. അല്ലേ മഹാദേവൻ നായരെ? അത് നോക്കി, അവളുടെ വണ്ടിയല്ലേ ഒരുത്തൻ കാറ്റൂട്ടി വിടണണ്ട. ഏതാടാ പിശാച്? പിശാചല്ലടാ, ദൈവദൂതൻ. ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. ബാ. എന്താ? കാറ്റ് കുത്തിവിടുന്ന ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ? അത് ചോദിക്കാൻ നീ ആരടാ? എടാ പന്നി, തെണ്ടിത്തരം കാണിച്ചിട്ട് ഇന്ന് ഷൈൻ ചെയ്യുന്നു. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചു അവനൊക്കെ. ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട്, പക്ഷെ കാണാനും കേൾക്കാനും ആള് വേണ്ടേ? അതെ, കാണാനും കേൾക്കാനൊക്കെ ഉള്ളേ. അവളിങ്ങോട്ട് വന്നേക്കട്ടാ, അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം. വരുന്നുണ്ട്. ഇനി തുടങ്ങിക്കോ, ഇനി തുടങ്ങിക്കോ. ഇങ്ങനെ എടുക്ക, ഞാൻ തന്നെ തുടങ്ങി. നീ കാറ്റ് കുത്തിവിടുവല്ലേടാ? ഞങ്ങളൊക്കെ ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. രണ്ട് വീലും കാറ്റ് ഊതി നടത്തിട്ട് നീ മതി. ഊതാനല്ലേ പറഞ്ഞത്? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പം അതിന്റെ കാറ്റ് തുറന്നു വിടുന്നത് ഇവന്റെയൊക്കെ സ്ഥിരം തൊഴിലാ. ഞാൻ ഊതിക്കടാ. തിരിഞ്ഞു നോക്കാണ്ട് ഊതടാ നീ. ഇയാള് വണ്ടിയുടെ കാറ്റൂരി വിട്ടു, ഞങ്ങള് കണ്ടില്ലായിരുന്നെങ്കിൽ. ഒന്ന് മാറിയേ, കുട്ടി ആളെ ഒന്ന് കാണട്ടെ. അയ്യോ, അപ്പൊ ഇതാരുടെ വണ്ടി? തോമസ് കുട്ടി വിട്ടോടാ. ചെല്ലട്ടെ. നിക്ക്, നീ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റുപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ലു. എന്റെ അമ്മയെ നാട്ടിച്ച്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര്
പിന്നെ തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല, അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ, മത്തയ്ക്ക പോലെ. സോറി എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപയുടെ മരുന്നായത്. അതെ കണ്ടാ പറയാ. താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച്. തോമസൂട്ടി വിട്ടോളാ. ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെ വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. ചുമ്മാ ഇരിയടാ. ഡേ അപ്പുകുട്ടാ, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ. എങ്കീച്ചില് വയറ്റത്തല്ല, എന്റെ ചങ്കി കയറിയാലും ഞാൻ സഹിക്കും. കാര്യമായിട്ടൊന്നും പറ്റില്ലെന്നാ തോന്നണല്ലേ? എന്റെ ദൈവമേ, എന്താ ഇത്? എന്താ പറ്റിയത്? എന്താ മുത്തശ്ശ, എന്താ പറ്റിയത്? എന്നെ ഒരുത്തൻ റോട്ടിൽ ഉരുട്ടിയിട്ട് മോളെ. ആരാ മുത്തശ്ശ? വേറെ ആര്? അവന്മാര്. ഇത് അവന്മാർ തന്നെ. ഞാനെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞത്? തോന്നിയതാണെന്ന്. നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. മുത്തശ്ശൻ ആളെ കണ്ടാലറിയോ? അറിയോന്നോ? അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ. അന്ന് വന്നവന്മാരെയൊക്കെ കണ്ടാലേ എനിക്കും അറിയാം. എന്നെ മാത്രമല്ല, നിങ്ങളെ രണ്ടുപേരെയും അറിയാവുന്ന. വരും, അവന്മാര് ഇനിയും വരും. ഇനി വന്നാ ഞാൻ വെട്ടി തുണ്ടൻ തുണ്ടാക്കി ഈ മിറ്റത്തിടും. നോക്കിക്കോ. നിങ്ങളും വന്നേ. അതെ, നിങ്ങളെ 3 വരെ അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ? നിങ്ങൾ അവളെ അങ്ങോട്ട് മറന്നേക്കണം. അയ്യടാ.